അമ്മച്ചി കൊട്ടാരമൊക്കെ കണ്ടു. അത് കഴിഞ്ഞിട്ട് കുട്ടിക്കാനത്ത് ഫുഡൊക്കെ കഴിച്ചു. നമ്മളെ വണ്ടി കൊണ്ട് അജിൻ കോട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തിട്ടു. കാര്യം നമ്മൾ ബുക്ക് ചെയ്ത റിസോർട്ടിലോട്ട് നമ്മളെ വണ്ടി കൊണ്ടുവരാൻ പറ്റത്തില്ല, 4x4 മാത്രമേ വരാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എവിടെയാണ് ബുക്ക് ചെയ്തതല്ലേ, തോട്ടം ഫാം സ്റ്റേ എന്ന് പറയുന്ന ഒരു റിസോർട്ടിലാണ് റൂം ബുക്ക് ചെയ്തത്. അവിടുത്തെ വിശേഷങ്ങളാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. കുട്ടിക്കാനത്ത് നിന്ന് ഏതാണ്ട് 3 കിലോമീറ്റർ ട്രാവൽ ചെയ്യണം ഈ ഗ്ലെൻമേരി എസ്റ്റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഭാഗത്തോട്ട് എത്താൻ. അവിടെ നിന്നുകൊണ്ട് 1.5 കിലോമീറ്റർ കല്ലുപാതയിലൂടെ അകത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെ തോട്ടം ഫാം സ്റ്റേയിൽ എത്തിച്ചേരും. പിന്നെ ഇവിടെ വന്ന് കണ്ടപ്പോഴോ അതിമനോഹരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിമനോഹരം. 4 സൈഡും തേയിലത്തോട്ടങ്ങളും അതേപോലെ ഗ്രീനറിയും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം. പിന്നെ ഞങ്ങൾ സെലക്ട് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 വർഷം പഴക്കമുള്ള ഒരു തറവാട് വീടാണ്. അതിൻ്റെ ലുക്ക് തന്നെ കണ്ടില്ലേ, എന്താ ഒരു ഫീൽ എന്നറിയുമ്പോൾ നമ്മളെ പണ്ട് കാലത്ത് താമസിച്ചിരുന്ന തറവാട് വീട്ടിലോട്ട് പോകുന്ന ഒരു ഫീലാണ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് നടന്ന് ഇതിനകത്തെ റൂമുകളെല്ലാം കാണാം, അതുപോലെ തന്നെ ഇവിടുത്തെ സെറ്റപ്പ് എല്ലാം ഒന്ന് കാണാം. നമ്മൾ ഫസ്റ്റ് ബെഡ്റൂമിലോട്ടാണ് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ റൂമിൻ്റെ ചുമരുകളെല്ലാം തടി, അതേപോലെ തന്നെ കട്ടിലും അതിൻ്റെ പിന്നെ ജനലുകളും എല്ലാം എന്ന് പറഞ്ഞാൽ വളരെ പണ്ടത്തെ തറവാട് വീടുകളിൽ കൊടുത്തിരിക്കുന്ന അതേപോലെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ എന്നാൽ ഇലക്ട്രിക് സംവിധാനങ്ങളും അതുപോലെ ഇലക്ട്രിക് കെറ്റിലും എല്ലാം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ തരുന്നുണ്ട്. അതേപോലെ തന്നെ മിനി ബാറുണ്ട്. പിന്നെ ഈ എന്താ പറയുക, വാതിൽ കണ്ടില്ലേ, വാതിൽ 4 പീസാണ് വാതിൽ. അതുപോലെ തന്നെ ഈ 4 പീസ് വാതിൽ തുറന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷനാണ് എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പൺ ബാത്റൂമാണ്, ഷവറെല്ലാം കൂടെ ഉള്ളത്. വളരെ നല്ലൊരു കല്ലുകളെല്ലാം അടുക്കി അതിന് ചുറ്റും ചെടികളെല്ലാം വെച്ചിട്ട് ഒരു എന്താ പറയുക, ഒരു വളരെ ഓൾഡ് സ്റ്റൈലിലുള്ള ഒരു ബാത്റൂം. അതുപോലെ തന്നെ അത് യൂസ് ചെയ്യാൻ മടിയുള്ളവർക്ക് നല്ലൊരു ബാത്റൂം സൈഡിലായിട്ടും കൊടുത്തിട്ടുണ്ട്. എന്തായാലും എനിക്കിത് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇവിടെ വന്ന് കണ്ടിട്ടില്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഒരു ഷവർ റൂം കൊടുത്തിരിക്കുന്നത്. വളരെ നന്നായിട്ടുണ്ട് കേട്ടോ, കല്ലടിക്കുന്നത് വളരെ സൂപ്പറായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇവിടുന്ന് ഇറങ്ങിയിട്ട് അടുത്ത റൂമിലോട്ട് പോവാം. അടുത്തതും ഇതുപോലെ തന്നെ എന്താ പറയുക, ഒരു 4 പീസ് ഡോറ് തുറന്ന് അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സിംഗിൾ ബെഡും ഉണ്ട്, ഒരു കിങ് സൈസ് ബെഡും ഉണ്ട്. അതുപോലെ തന്നെ ഈ റൂമിലും കെറ്റിലും മിനി ബാറും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിൻ്റെ ഫ്ലോറെല്ലാം തറയോടാണ്. പിന്നെ ചുമരെല്ലാം പണ്ടത്തെ അറ എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ, ആ തടി കൊണ്ടുണ്ടാക്കിയതാണ്. അതുപോലെ തന്നെ ഇവിടെയും ഒരു ബാത്റൂമുണ്ട്. ബാത്റൂം നേരത്തെ കണ്ടതുപോലത്തെ ഓൾഡ് സ്റ്റൈലല്ല, ഇതൊരു ന്യൂ സ്റ്റൈലില്ല, യൂറോപ്യൻ ക്ലോസറ്റ് എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു ന്യൂ സ്റ്റൈലാണ്. അതുപോലെ തന്നെ പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തെ ഇൻറ്റീരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഏതാണ്ട് നമ്മളെ എന്താ തറവാട് വീട്ടിൽ താമസിക്കുന്നില്ലേ, സെയിം അതേ ഒരു ഫീലാണ്. സ്വിച്ചുകളും റാന്തലുകളും ലൈറ്റുകളും. ഇതൊരു എന്താ നമുക്ക് ഒരു ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. അതേപോലെ തന്നെ ഈ റിസോർട്ടിൻ്റെ ഡൈനിങ് സ്പേസാണ് ഇത്. നമുക്ക് ഇവിടെ ഡൈനിങ് സ്പേസും അതും ഒരു എന്താ പറയുക, ഒരു പഴമ അതേപോലെ കൊണ്ടുവരുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ലൈറ്റും അതേപോലെ തന്നെ ബാക്ക് ലൈറ്റ് സ്വിച്ചുകളും. അപ്പോൾ നമ്മൾ രാവിലെ ഉറക്കമൊക്കെ എണീറ്റ് നമ്മൾ നല്ല ഉറക്കം വരുന്നു കേട്ടോ, നല്ല അടിപൊളി ഉറക്കം വരുന്നു. ചെറിയ ജീവികളുടെ ശല്യം ഒഴിച്ച് കഴിഞ്ഞാൽ വേറെ പ്രശ്നമൊന്നുമില്ല, കാടാണ്, അപ്പോൾ അങ്ങനത്തെ ജീവികളൊക്കെ കാണും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പതുക്കെ ഇവിടെ ഞങ്ങൾ താമസിക്കുന്ന തൊട്ട് താഴെ ഒരു അരുവിയുണ്ട്, അപ്പോൾ അരുവിയിലോട്ട് പോവുകയാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. അത് കഴിഞ്ഞിട്ട് 9-9:30 ആകുമ്പോഴത്തേക്ക് റെഡിയായിട്ട് നമുക്ക് ഇടുക്കി ടൗൺഷിപ്പ് ഒന്ന് കറങ്ങണം എന്ന് വിചാരിക്കുന്നു. റിസോർട്ടിന് താഴെയുള്ള ഒരു ചെറിയ അരുവിയാണ്, അധികം വെള്ളമില്ല, എന്നാലും നമുക്ക് വേണമെങ്കിൽ ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്യാം. പിള്ളേർക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. അപ്പോൾ ഞങ്ങളുടെ റിസോർട്ടിൻ്റെ താഴത്തെ ആ ഭാഗമാണ് കാണുന്നത്. ചുറ്റും മലനിരകളാണ്, പ്രകൃതി സൗന്ദര്യം അങ്ങ് വഴിഞ്ഞൊഴുകുകയാണ്. നമുക്കാണെങ്കിൽ എത്ര എൻജോയ് ചെയ്തിട്ടും മതിയാവുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഏതാണ്ട് ഒരു 600ഓളം ഏക്കർ വ്യാപിച്ച് കിടക്കുകയാണ് ഈ സ്ഥലം ഫുള്ള്. അതിന് നടുക്കായിട്ടാണ് ഇവിടെ മെയിനായിട്ട് ഈ തേയിലത്തോട്ടങ്ങളും അതുപോലെ തന്നെ ഏലക്കാടുകളാണ് മെയിനായിട്ടുള്ളത്. കണ്ടില്ലേ, ഇത് ഇവിടുത്തെ നമ്മളെ മുകളിലായിട്ട് കാണുന്നതാണ് നമ്മളെ റിസോർട്ട്. നമ്മളതിൻ്റെ തൊട്ട് താഴെയാണ്. ഇവിടെ രാവിലെ എല്ലാവരും എത്തി. കുഞ്ഞുട്ടാ, ഇങ്ങനെയുണ്ട് സ്ഥലം? ഇവിടെ കുളിക്കാൻ പറ്റും കേട്ടോ, കുഴപ്പമൊന്നുമില്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ലൊരു സ്ഥലം. ഒരു ബൈ ബൈ പറയും.
നമ്മളെ താമസിക്കുന്ന സ്ഥലം മുകളിലാണ്. അതിൻ്റെ താഴെ ഒരു ചെറിയൊരു പെട്ടിക്കട പോലെ ഉണ്ട്. അതിൻ്റെ താഴെയാണ് എന്താ ഈ വെള്ളം ഒഴുകുന്ന സ്ഥലം. കൊച്ചു കയറാം. എന്തായാലും നല്ല സ്ഥലം കേട്ടോ. ഈ കുട്ടിക്കാനത്തുനിന്ന് നമ്മൾ ഇടുക്കി ടൗൺഷിപ്പിലോട്ട് പോകുമ്പോഴത്തേക്ക് ഒരു ഗ്ലെൻമേരി റോഡുണ്ട്. അതിനകത്തുള്ളൊരു തോട്ടത്തിനകത്താണ് ഈ തോട്ടം ഫാം സ്റ്റേ എന്നുള്ള പേരിൽ ഈ റിസോർട്ട് അറിയപ്പെടുന്നത്. കുറച്ച് എക്സ്പെൻസീവാണ്, എന്നാലും ഇവിടുത്തെ ആംബിയൻസും ഇവിടുത്തെ സൗകര്യങ്ങളും ഇതെല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്ക് വളരെ മനോഹരം. പിന്നെ ഒരു രീതിയിലും നമുക്ക് ഓവർ പ്രൈസ്ഡ് ആയിട്ട് തോന്നുന്നില്ല. അട്ട കടിച്ചാ കാലില്? എൻ്റെ കാലിലൊരു അട്ട കയറി കേട്ടോ. തട്ടിക്കളഞ്ഞു. അട്ട കുറച്ച് കടിച്ചു കേട്ടോ. എൻ്റെ രക്തം കണ്ടില്ലേ? നമ്മളങ്ങനെ ഇടുക്കി ടൗൺഷിപ്പ് എല്ലാം കറങ്ങി. കാൽവരി മൗണ്ട് കണ്ടു. അത് കഴിഞ്ഞിട്ട് ആർച്ച് ഡാം വ്യൂ പോയിൻ്റൊക്കെ കണ്ടു. മഹേഷിൻ്റെ പ്രതികാരം ക്ലൈമാക്സ് ഒക്കെ ഷൂട്ട് ചെയ്ത വോളിബോൾ ഗ്രൗണ്ടൊക്കെ കണ്ടു. അത് കഴിഞ്ഞിട്ട് തിരികെ അവിടെ നിന്ന് നേരെ കുട്ടിക്കാനത്ത് വന്നു. കുട്ടിക്കാനത്ത് ഫുഡൊക്കെ കഴിച്ച് വീണ്ടും തോട്ടം നമ്മളെ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തെത്തി. ഇന്നിപ്പോൾ ഈവനിങ് ആയപ്പോഴത്തേക്ക് കുറച്ച് മഴയൊക്കെ പെയ്ത് കുറച്ച് മഞ്ഞൊക്കെ മൂടിയിട്ടുണ്ട്. ഈ മോൻ്റെ ബഹളം കാരണം ഒന്നിനും പറ്റുന്നില്ല. പിന്നെ റോഡ് ഫുള്ള് തകർന്ന് കിടക്കുകയായിരുന്നു. അത് കാരണം നമുക്ക് ഒരുപാട് ദൂരമൊന്നും പോകാൻ പറ്റിയില്ല. വളരെ സ്പീഡ് കുറച്ചേ പോകാൻ പറ്റുള്ളൂ. ഏതാണ്ട് കട്ടപ്പന ആ ഭാഗത്തൊക്കെ റോഡ് ഫുള്ള് തകർന്ന് കിടക്കുകയാണ്. ഞങ്ങളുടെ സെക്കൻഡ് ഡേ ആണ് ഇവിടെ. അപ്പോൾ എല്ലാവരും എണീക്കുന്നതിന് മുമ്പ് ഒന്ന് ഈ ഏലത്തോട്ടമൊക്കെ ഒന്ന് നടന്നു കാണാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയത്. അതുപോലെ തന്നെ ഇവിടെ ഫുള്ള് അട്ടയുണ്ട്. അട്ടശല്യം ഭയങ്കരമായിട്ടുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് നടക്കണം. മഴ പെയ്തുകൊണ്ട് അട്ട ഒരുപാടുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ റിസോർട്ടിൻ്റെ താഴെയുള്ളൊരു ചെറിയൊരു പെട്ടിക്കടയാണ്. അപ്പോൾ എന്താ വളരെ നല്ല സ്റ്റൈല് പഴയ കാലത്ത് നമ്മൾ കാണുന്ന പെട്ടിക്കടയില്ലേ, അതേപോലെ തന്നെ ഒരു പാൽപാത്രമൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. ഇപ്പം അടച്ചിരിക്കുകയാണ്, എന്നാലും വളരെ നന്നായിട്ടുണ്ട് കേട്ടോ. തോട്ടം ഫാം സ്റ്റേയിലെ സെക്കൻഡ് നൈറ്റും കഴിഞ്ഞു. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റ് അങ്ങനെ നിൽക്കുക. നമ്മൾ 7:45. ഇന്നലെ രാത്രി ചെറിയ മഴയൊക്കെ ഉള്ളത് കാരണം ഇവിടെ ഫുള്ള് മൂടൽ മഞ്ഞ് ഇറങ്ങി നിൽക്കുക. അപ്പോൾ ഇന്ന് നമ്മളിവിടുന്ന് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങുകയാണ്. 11 മണിയാണെന്ന് തോന്നുന്നു ചെക്കൗട്ട് ടൈം. അപ്പോൾ ഇന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് പാഞ്ചാലി മേടും കൂടെ കണ്ടിട്ട് പോവാം എന്നുള്ളൊരു ഐഡിയയാണ്. എന്തായാലും നോക്കട്ടെ. ഇവിടെ നമുക്ക് എൻജോയ് ചെയ്തിട്ട് മതിയാവുന്നില്ല. മോനും മോളും ആണെന്നുണ്ടെങ്കിൽ വളരെ അടിപൊളിയായിട്ട് അവരിവിടെ വെള്ളത്തിൽ കളിയും അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് നടക്കുകയാണ്. അപ്പം പ്രകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ ശാന്തസുന്ദരമായ പ്രകൃതി, അതുപോലെ തന്നെ ഒരു ശല്യങ്ങളും ഇല്ല. നമുക്ക് ഇവിടെ ചുറ്റി നടന്ന് കാണുകയും അതേപോലെ തന്നെ മഴയും ഇല്ല. അത് കാരണം നമുക്ക് വളരെ എൻജോയ് ചെയ്യാനും പറ്റി. കാഴ്ചകളെല്ലാം കണ്ടു. അതുപോലെ തന്നെ ഈ താമസം, നല്ല ഒരു തറവാട് വീട് താമസിക്കുന്ന അതേ എക്സ്പീരിയൻസ് നമുക്കിവിടെ ഫീൽ ചെയ്യാൻ പറ്റി. ഫുഡും അടിപൊളിയായിരുന്നു. എല്ലാം കൊണ്ട് നമ്മളെ തോട്ടം ഫാം സ്റ്റേ വളരെ നല്ലൊരു ഓപ്ഷനായിരുന്നു നമ്മൾ സെലക്ട് ചെയ്ത് കുട്ടിക്കാനത്ത് സ്റ്റേ ചെയ്യാൻ വേണ്ടി. അടിച്ചു പൊളിച്ചു എന്ന് വേണം പറയാൻ നമ്മൾ. അടിപൊളിയായിരുന്നു. കണ്ടില്ലേ, അന്തരീക്ഷമൊക്കെ കണ്ടില്ലേ, പുറകിലൊക്കെ കണ്ടില്ലേ, നല്ല ഒരു ഫാം സ്റ്റേയും അതുപോലെ തന്നെ നല്ല അന്തരീക്ഷവും എല്ലാമായിരുന്നു. മഴയൊന്നും വന്നില്ല, അതുകൊണ്ട് നമുക്ക് പ്രശ്നങ്ങളൊന്നും പറ്റിയില്ല. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ.